പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്കും ഉപകരണങ്ങൾക്കും നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നാശനഷ്ടങ്ങളുടെ അളവ് വളരെ വലുതാണെന്നും ഇവ പരിഹരിക്കാൻ കോടിക്കണക്കിന് ഡോളർ ചിലവ് വരുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. 7 രാജ്യങ്ങളിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, കമാൻഡ് സെന്ററുകൾ, വിമാന ഹാങ്ങറുകൾ, സാറ്റലൈറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെ ഈ ആക്രമണങ്ങൾ ബാധിച്ചു. റൺവേകൾ, റഡാർ സംവിധാനങ്ങൾ, ചില വിമാനങ്ങൾ എന്നിവയ്ക്കും നാശനഷ്ടം സംഭവിച്ചു. യുഎസിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇറാന്റെ പഴയ F-5 യുദ്ധവിമാനം പോലും ആക്രമണത്തിൽ പങ്കെടുത്തതായും റിപ്പോർട്ടിലുണ്ട്. ഇറാൻ ആക്രമണത്തിൽ എത്ര നാശനഷ്ടം സംഭവിച്ചു എന്നതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ US പ്രതിരോധ വകുപ്പ് ഇതുവരെ പങ്കുവച്ചിട്ടില്ല. മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന US സെൻട്രൽ കമാൻഡ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇറാനുമായുള്ള യുദ്ധത്തിനായി പെന്റഗൺ US കോൺഗ്രസിനോട് $200 ബില്യൺ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം തുടങ്ങി ആദ്യ ആഴ്ചയിൽ തന്നെ സൈനിക നീക്കങ്ങൾക്കായി US $11 ബില്യൺ ചിലവഴിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് മുൻപ് തന്നെ $1.5 ട്രില്യൺ പ്രതിരോധ ബജറ്റിന് ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 50% കൂടുതലാണ്. 2026-ലേക്ക് $835.5 ബില്യൺ പ്രതിരോധ ബജറ്റിന് US കോൺഗ്രസ് ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ വലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ ശൃംഖലകൾ, യുദ്ധവിമാനങ്ങൾ, നാവികസേനാ സാന്നിധ്യം എന്നിവയെല്ലാം ചേർന്നാണ് ഈ മേഖലയിൽ അമേരിക്ക തന്റെ ശക്തി പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആ പ്രതിച്ഛായയ്ക്ക് വെല്ലുവിളിയാവുകയാണ്. ഇറാന്റെ സമീപകാല ആക്രമണങ്ങൾ ആദ്യമായി കരുതിയതിലും കൂടുതൽ നാശനഷ്ടം വരുത്തിയിരിക്കാമെന്നും യഥാർത്ഥ നഷ്ടത്തിന്റെ വ്യാപ്തി പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചിരിക്കാമെന്നും നിരവധി അമേരിക്കൻ ഉദ്യോഗസ്ഥരും സുരക്ഷാ വൃത്തങ്ങളുമായി ബന്ധമുള്ളവരും പറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച പുതിയ സംഘർഷഘട്ടത്തിന് ശേഷം പേർഷ്യൻ ഗൾഫ് മേഖലയിലെ നിരവധി രാജ്യങ്ങളിലായി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാനിയൻ ആക്രമണങ്ങൾക്ക് വിധേയമായി. സംഭരണ വെയർഹൌസുകൾ, പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന കമാൻഡ് സെന്ററുകൾ, വിമാന ഹാങ്ങറുകൾ, ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, റൺവേകൾ, റഡാർ കേന്ദ്രങ്ങൾ, നിരീക്ഷണ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിമാനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കുറഞ്ഞത് 7 രാജ്യങ്ങളിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ബാധിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് ഒറ്റപ്പെട്ട പ്രത്യാക്രമണമല്ല, മറിച്ച് അമേരിക്കയുടെ മേഖലാതല സൈനിക സാന്നിധ്യത്തെ ലക്ഷ്യമിട്ട ഏകോപിത സന്ദേശമായിരുന്നുവെന്നാണ് പല വിശകലനക്കാരുടെയും വിലയിരുത്തൽ. ഏറ്റവും ശ്രദ്ധേയമായ അവകാശവാദങ്ങളിലൊന്ന്, ശക്തമായ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലനിന്നിട്ടും ഒരു പഴയ ഇറാനിയൻ F-5 യുദ്ധവിമാനത്തിന് പോലും കടന്നുകയറി ആക്രമണം നടത്താൻ കഴിഞ്ഞുവെന്നതാണ്. ഇത് ശരിവയ്ക്കപ്പെടുകയാണെങ്കിൽ സാങ്കേതികമായി പിന്നാക്കമെന്ന് കരുതപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ പോലും ശരിയായ തന്ത്രവും സമയവും ഉപയോഗിച്ച് ആധുനിക പ്രതിരോധ ശൃംഖലകളെ വെല്ലുവിളിക്കാമെന്ന സന്ദേശമാണ് നൽകുന്നത്. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ മുന്നറിയിപ്പ് സംവിധാനങ്ങളും എത്രത്തോളം ഫലപ്രദമാണ് എന്ന ചർച്ചയ്ക്കും ഇത് വഴിവെക്കും. എന്നാൽ ഈ സംഭവത്തിന്റെ കേന്ദ്ര പ്രശ്നം നാശനഷ്ടം മാത്രമല്ല, വിവരങ്ങളുടെ അഭാവമാണ്. യഥാർത്ഥത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു, എത്ര ഉപകരണങ്ങൾ തകർന്നു, പ്രവർത്തനശേഷി എത്രത്തോളം ബാധിച്ചു, അറ്റകുറ്റപ്പണിക്ക് എത്ര സമയം വേണം, ഇവയെക്കുറിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് സമ്പൂർണ്ണ ചിത്രം പുറത്തുവിട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന അമേരിക്കൻ സെൻട്രൽ കമാൻഡും വിശദമായ പ്രതികരണം നൽകാൻ വിസമ്മതിച്ചതായി പറയപ്പെടുന്നു. സൈനിക സുരക്ഷാ കാരണങ്ങളാൽ വിവരങ്ങൾ പരിമിതപ്പെടുത്തുന്നത് സാധാരണമായാലും ഇപ്പോഴത്തെ നിശബ്ദത സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഈ സുതാര്യതയില്ലായ്മ അമേരിക്കൻ രാഷ്ട്രീയത്തിനുള്ളിലും പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ചില റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾക്കും കോൺഗ്രസ് സഹായികൾക്കും പോലും പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്ന അസന്തോഷം ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. പ്രത്യേകിച്ച് പെന്റഗൺ ചരിത്രത്തിലെ ഉയർന്ന ബജറ്റുകളിലൊന്ന് ആവശ്യപ്പെടുന്ന സമയത്ത്
യഥാർത്ഥ നഷ്ടം എത്രയാണെന്നറിയാതെ കൂടുതൽ ചിലവുകൾ അംഗീകരിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് വിമർശകർ ചോദിക്കുന്നു. ആഴ്ചകളായി വിവരങ്ങൾ ചോദിച്ചിട്ടും വ്യക്തത ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അമേരിക്കയിലെ ആഭ്യന്തര സംഘർഷം ശക്തമാക്കുന്നു. സാമ്പത്തിക വശവും ചെറുതല്ല. ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക പ്രവർത്തനങ്ങൾക്കായി അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് $200 ബില്യൺ അധിക ധനസഹായം ആവശ്യപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സംഘർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ മാത്രം $11 ബില്യൺ ചെലവായതായും സൂചനകളുണ്ട്. ഇതിനു മുൻപേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $1.5 ട്രില്യൺ പ്രതിരോധ ബജറ്റ് ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധച്ചെലവും അറ്റകുറ്റപ്പണി ചെലവും പുതിയ വിന്യാസ ചെലവും ചേർന്നാൽ അമേരിക്കൻ നികുതിദായകർക്ക് ഇത് വലിയ ബാധ്യതയാകും. ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ ആക്രമണങ്ങൾ വെറും സൈനിക പ്രതികാരമല്ല, മറിച്ചൊരു തന്ത്രപരമായ സന്ദേശമാണ്. അമേരിക്കൻ താവളങ്ങൾ സുരക്ഷിതമല്ലെന്ന് കാണിക്കുക, മേഖലാതല സാന്നിധ്യത്തിന് ചിലവ് കൂട്ടുക, രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുക, നേരിട്ടുള്ള യുദ്ധമില്ലാതെ എതിരാളിയെ ക്ഷീണിപ്പിക്കുക, ഇവയൊക്കെയാണ് ഇത്തരം ആക്രമണങ്ങളുടെ ലക്ഷ്യമായി കാണപ്പെടുന്നത്. വില കൂടിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചാലും കുറഞ്ഞ ചിലവിലുള്ള ആക്രമണ മാർഗങ്ങൾ ഉപയോഗിച്ച് എതിരാളിയെ സമ്മർദ്ദത്തിലാക്കാമെന്ന അസംമിത യുദ്ധതന്ത്രമാണ് ഇവിടെ പ്രകടമാകുന്നത്. അമേരിക്കയ്ക്ക് ഇത് സൈനികത്തെക്കാൾ വലിയ രാഷ്ട്രീയ വെല്ലുവിളിയുമാണ്. ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഗൾഫ് താവളങ്ങൾ ആവർത്തിച്ചു ലക്ഷ്യമാക്കുമ്പോൾ പ്രാദേശിക സഖ്യരാജ്യങ്ങളുടെ ആത്മവിശ്വാസം ബാധിക്കാം. സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, UAE പോലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ സുരക്ഷാ കുടക്കീഴിലാണ് തങ്ങളുടെ പ്രതിരോധ കണക്കുകൂട്ടലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ സുരക്ഷാ കുടയ്ക്ക് വിള്ളൽ തോന്നിയാൽ മേഖലയിലെ ഭൂരാഷ്ട്രീയ ബന്ധങ്ങൾ തന്നെ പുനഃക്രമീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ അമേരിക്കയും ഇറാനും പാകിസ്ഥാനിൽ ചർച്ചകൾ നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. യുദ്ധഭൂമിയിലെ ഏറ്റുമുട്ടലിനൊപ്പം നയതന്ത്ര ചാനലുകളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിന്റെ ഉദാഹരണമാണിത്. ഒരു വശത്ത് ആക്രമണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് ചർച്ചകൾ നടക്കുന്നത് ഇരുപക്ഷങ്ങളും പൂർണ്ണ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനയായി കാണാം. എന്നാൽ ചർച്ചകൾ ഫലപ്രദമാകാൻ നിലത്തുള്ള യാഥാർത്ഥ്യങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും സാമ്പത്തിക ചിലവും എല്ലാം നിർണായകമാകും.